റെയിൽവേ സ്റ്റേഷനിൽ മുതലാളിയും പരമമണ്ടനായ ഒരു കാര്യസ്ഥനും. ഈ പരമമണ്ടൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഞാനായിരിക്കുമെന്ന്. ഞാനല്ല, എന്നെക്കാളും കുറച്ചുകൂടി വലിയ മണ്ടൻ. അതെ, ഭൂമി കറങ്ങണേ. ഇയാളുടെ മേലെ വലിയ ശല്യമായത്. എടോ, ഇതെന്ത് കാണിച്ചാ നാണി നടക്കണേ? എന്തേ? എന്റെ സമ്പാദ്യം മുഴുവൻ തന്റെ തലയിലാണ്. കുഞ്ഞിതേ അങ്ങനെ പറഞ്ഞല്ലോ. എന്റെ തലക്കകത്തുള്ള ബുദ്ധിയാണ് കുഞ്ഞിന്റെ സമ്പാദ്യം എന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ പെട്ടി ഇതിനകത്ത് മുഴുവൻ രൂപയാണ്. തന്റെ തലക്കകത്ത് പിണ്ണാക്കല്ലേ? അപ്പൊ കുഞ്ഞിന്റെ തലക്കകത്ത് എന്താ? എന്റെ തലക്കകത്ത് ചോറ്. ചകിരി ചോറായിരിക്കും. എന്താണ്? അല്ല, ചകിരി ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ചോറ് വേവിക്കുന്ന കാര്യം പറഞ്ഞ. ചകിരി ഇട്ടിട്ട് ചോറ് വേണ്ട വേണ്ട, ചോറ് വേവിക്കണ്ട. തന്നെ എന്തിനാ ഇവിടെ കെട്ടിയെടുത്തത്? വേറെ ഒരു കഴുതി അവിടെ ഇല്ലായിരുന്നോ വീട്ടിൽ? അയ്യേ, അങ്ങനെ പറയല്ലേ. അപ്പന് വയ്യാത്തോണ്ടല്ലേ മോന്റെ കൂടെ എന്നെ ഇങ്ങോട്ട് പറഞ്ഞേച്ചേ. പിന്നെ അമ്മ മറ്റേ കൂടെ അങ്ങോട്ട് നീങ്ങിയിരുന്നാ മതി. വലിയ ശല്യമായിട്ടുണ്ടല്ലോ ഇയാളുടെ പേരും. എന്താ ഈ നോക്കിയിരിക്കണേ? എന്ത് നോക്കിയിരിക്കണെന്ന്? ഞാൻ പെട്ടി സൂക്ഷിക്കും. എനിക്ക് കണ്ണാൻ നിൽക്കണ നോക്കിയിരിക്കല്ലേ. സ്റ്റുപ്പിഡ് നിന്റെ അപ്പൻ. അല്ല, അപ്പനിപ്പോ മരുന്ന് വെച്ചാണെന്ന് ഞാൻ ആലോചിക്കുന്നു. അപ്പനെ ഞാൻ മരുന്ന് കഴിപ്പിക്കാം. ടൈം എന്തായി? എന്തിനാ വാച്ചക്കെട്ടി വേണ്ടി ഇങ്ങനെ ഇങ്ങനെ നടക്കാൻ സമയം നോക്കാൻ അറിയാത്ത. എന്താ പറഞ്ഞേ? അല്ല, തെണ്ടികളൊന്നും ഇല്ല. ഇത് ഇന്ത്യയാണോ? പിച്ചക്കാരെ കാണില്ല. പെട്ടി സൂക്ഷിച്ചോളണം കേട്ടാ. ഇത് വലിയ പണ്ടാര പെട്ടി പെട്ടിയെടുത്ത് കാലിലേക്ക് ഇടുക. ഞാൻ വിചാരിച്ചു കള്ളന്മാരൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പൊ അവര് കൊണ്ടുപോകാൻ ഇങ്ങനെ വന്നിട്ട് അലറിയില്ലാന്ന് വിചാരിച്ചിട്ടാ. കള്ളന്മാര് കൂടുതലുള്ള സ്ഥലമാണെന്നാ പറഞ്ഞേ. കൂടെ ഉള്ളതെന്ന് പറയുന്നത് നല്ലത്. താൻ കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ടാ പറഞ്ഞത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്താ? എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അതിനെന്താ? കുഞ്ഞോടെ കിടന്ന് ഉറങ്ങിക്കോളൂ. ഞാൻ ഇവിടെ ഇരുന്ന് ഉറങ്ങിക്കോളാം. പെട്ടിക്കുന്നതിന് വിരോധമുണ്ടോ? അതെ, പെട്ടി സൂക്ഷിച്ചോളാം കേട്ടാ. എവിടുന്നാണല്ലേ പോത്ത് കരയണേ? ഈ പണ്ടാർക്കാരനാ. അവന്റെ ഇവനക്ക് എന്തിങ്ങനെ ഉറങ്ങണേ? ഇയാളുടെ അപ്പം ഉറങ്ങണെങ്കിൽ കഴുത കരണ പോലെ. താൻ എന്താ ആലോചിച്ചോണ്ടിരിക്കുക? അല്ല, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. ഈ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, അത് ട്രെയിൻ കണ്ടുപിടിച്ചപ്പോ അത് കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മൾ എവിടെ പോയിരിക്കും? നമ്മളിങ്ങനെ എങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും? അത് ആലോചിക്കായിരുന്നു ഞാനിങ്ങനെ. വളരണ്ടപ്പോ പെട്ടി ചോദിച്ചോളേ. ട്രെയിൻ വരാറായിന്നാണ്. വിസിലടിക്കണ്ടല്ലോ. ഈ പണ്ടാർക്കാരനെ ഇയാളെന്താ വിസിൽ പിടിക്കോ? കൂർക്ക് പഠിക്കണ്ടോ? അവന്റെ അമ്മൂമ്മയുടെ ഞാൻ പണ്ടാരെ കൊടുത്തിട്ട് കീറിയില്ലല്ലോ. വലിയ ശല്യമല്ലോ. പെട്ടിയോടെ ഞാൻ കൈ പിടിച്ചേക്കായിരുന്നു. എന്താ ആലോചിച്ചോണ്ടിരിക്കണേ? ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. ഈ ട്രെയിൻ കണ്ടുപിടിച്ചപ്പോ ഇങ്ങനെ റെയിൽവേ ഇങ്ങനെ ട്രാക്ക് ഉണ്ടല്ലോ, ഇങ്ങനെ കിടക്കുന്ന റെയിലേ, അത് കണ്ടുപിടിച്ചില്ലെങ്കിൽ ട്രെയിൻ ഏതിൽ പോകും? ട്രോളി ആരും കൊണ്ടുപോകും? സിഗ്നൽ ആർക്കും കൊടുക്കും? നന്നായിട്ട് വളർന്നുണ്ട്. ആരായിട്ട് പറഞ്ഞോ? എന്താ ആലോചിച്ചോണ്ടിരിക്കുക? ചേട്ടൻ എന്താ ആലോചിച്ചോണ്ടിരിക്കുകയാണ്? അല്ല, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. കുഞ്ഞ് നേരത്തെ ഒരു പെട്ടി കൊണ്ടുവന്ന് തന്നിട്ട് പറഞ്ഞില്ലേ, സമ്പാദ്യപ്പെട്ടിയാണ്, തലയിൽ വെച്ചോലൂ, പിടിക്കണ്ട, പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഉറങ്ങാണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞൊരു പെട്ടി തന്നില്ലേ? ആ പെട്ടി ഇപ്പൊ എവിടെ എത്തിക്കണം ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. പെട്ടി അതിപ്പോ എവിടെ എത്തിക്കണം? അത് പറയാതെ പറയത്തിന്റെ ഞാൻ ഉറങ്ങിപ്പോയി. എനിക്കറിഞ്ഞൂടാ.